പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം കരയറ്റുന്നു. വീണ്ടും മോൻചമ്പാസോട് ഒരുമിച്ച് അടുത്തൊരു എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ശ്രദ്ധ ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്നുള്ളത് ന്യൂ ഇയറിനെ പറ്റി വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായി മോൻചമ്പാസിനെ ക്ഷണിക്കുന്നു. സ്തോത്രം. താങ്ക് യു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. MLWC എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോസഫ് വർഗീസ്, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസിമാര് ഞങ്ങളെ ഈ വചനത്തിലൂടെ, ഈ യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനവും നമസ്കാരവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2024 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ കയറിയിരിക്കുന്ന നിങ്ങൾക്ക് പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ വർഷത്തിലേക്കുള്ള ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ നിങ്ങളായിരുന്നാൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ഹോശേയ പ്രവചനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഒന്ന് വായിച്ചേക്കാം. ഹോശേയ പ്രവചനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് കൃത്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളും പ്രത്യാശയുടെ വാതിലായ ആഘോർ താഴ്വരയും കൊടുക്കും. അവൾ അവളുടെ യൗവനകാലത്ത് എന്ന പോലെ, അവൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാളിൽ എന്ന പോലെ വിധേയയാകും. ദൈവമക്കളെ, അതിന്റെ അടുത്ത വാക്യം കൊണ്ടൊന്ന് വായിച്ചാണ്. അന്നാളിൽ നീ എന്നെ ബാലി എന്നല്ല ഈശി എന്ന് വിളിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഭർത്താവേ, അതിന്റെ അർത്ഥം അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ ഈശി ഭർത്താവ് എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്റെ അരുളപ്പാട് ദൈവത്തെ റിലേഷനിൽ കാണണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ദൈവത്തെ നമ്മൾ ദൈവമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻ ഉണ്ടാകണം. അന്നാളിൽ നീ ബാലി ഉടയവനും നമ്മളും തമ്മിലുള്ള ബന്ധം. അടുത്തത് ഈശി അഥവാ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിമസി ദൈവമായിട്ടുണ്ടാകും. ഇവിടെ പറഞ്ഞത്, ഞാൻ മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. പിന്നെ പറയുന്നത്, അവൾക്ക് ആഘോർ താഴ്വരയിലെ പ്രത്യാശയുടെ വാതിലാകുന്ന ആഘോർ താഴ്വര കൊടുക്കും. അവിടെ എന്താണ് ഉണ്ടാകുന്നത്? മുന്തിരിത്തോട്ടങ്ങളെയും കൊടുക്കും. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയാണ്. ഇനി നിങ്ങൾ ചിന്തിച്ച്, ഈ ആഘോർ താഴ്വര എന്ന് പറയുന്നത് വല്ല ഗുണമുള്ള സ്ഥലമാണോ? ആഘോർ താഴ്വര ഇല്ലെന്നേ. ആഖാനെ കൊന്ന് കല്ലുകൂട്ടിയ സ്ഥലം നമുക്ക് പിന്നീട് പോകാം. എന്ന് പറഞ്ഞാൽ ശാപഗ്രസ്തമായി, നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ മുടിഞ്ഞ് മുണ്ടക്കോല് വെച്ച് കിടക്കുന്ന സ്ഥലം. അവിടെ പ്രത്യാശയുടെ വാതിൽ തുറന്നു കൊടുക്കുമെന്ന്. എങ്ങനെയുള്ള സ്ഥലത്തെ വാതിൽ തുറന്നു കൊടുക്കുന്നത്? ഒരു പ്രത്യാശയുമില്ല. അതുകൊണ്ട് ഈ ജീവിതം കഴിഞ്ഞ നാളുകളിൽ, ഈ 2024 പോലെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നടന്ന അനുഭവത്തെ മാറ്റപ്പെടുത്തിയിട്ട് കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രത്യാശയുടെ വാതിൽ തുറക്കാൻ പോകുന്നു ഈ പുതിയ വർഷത്തിൽ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേര് ഈ വാക്യത്തിൽ സന്തോഷിക്കും?
സ്തോത്രം. ആ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിലൂടെ ഇസ്രായേലിൻ്റെതും നമ്മുടേതുമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് പോകണം. ആമേൻ. 2025 എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഖ്യയാണ്. ഓക്കെ, ഞാൻ എല്ലാ സംഖ്യയിലും പോകുന്നില്ല. ഞാൻ പണ്ട് സംഖ്യകളൊക്കെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ആ ന്യൂമറോളജിക്കൽ തീമിലൊന്നും പോകാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ മലയാളി സമൂഹത്തിൽ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാലും കരയാനും കൂവാനും വിളിക്കാനും പറഞ്ഞ് പഠിപ്പിക്കുന്നവരുടെ മുന്നിലാണ് കിടന്ന് കരഞ്ഞു ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ അത്ഭുതങ്ങളെ കാണണം, ദൈവത്തിൻ്റെ നന്മയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവര് ചെറിയ കാര്യം മാത്രം ഒന്ന് പറഞ്ഞു തരാൻ പോവാണ്. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ അല്ലെന്നുണ്ടെങ്കിൽ യഹൂദ പാരമ്പര്യ പ്രകാരം യഹൂദ കലണ്ടർ അനുസരിച്ചിട്ട് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ അവർക്ക് പുതിയ വർഷം ആരംഭിച്ചു. അത് 5785 എന്നായിരുന്നു. ഓക്കെ. 5785 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57 കുറിച്ചും 85 കുറിച്ചും ഞാൻ പറയുന്നില്ല. അതിനകത്ത് 2 5 നിങ്ങൾ കണ്ടു. 2 5 57 85 5 എന്നുള്ള ഒരു സംഖ്യ. 5 എന്നുള്ള സംഖ്യയുടെ അതിൻ്റെ അർത്ഥം ഗ്രേസ് എന്നാണ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, വിൻഡോ എന്നാണ് അതിൻ്റെ വേറൊരർത്ഥം എന്ന് പറഞ്ഞാൽ വാതിൽ അല്ല ജനൽ. ഓക്കെ. അത് വാതിൽ പോലെ ഇരിക്കുന്ന ഒരു സംഖ്യയാണ്, അതൊരു അക്ഷരമാണ്. ഈ ഇസ്രായേൽ അല്ലെങ്കിൽ ഹിബ്രു ലാംഗ്വേജിനകത്ത് എല്ലാ ലെറ്റേഴ്സിനും അതിൻ്റേതായിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് അനുസരിച്ചിട്ടാണ് അതിനെ കണക്കിലെടുക്കുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് ആണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതിന് മാത്രമല്ല, അതിന് വേറൊരു നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രേസ് എന്നും ഉണ്ട്, അതുപോലെ തന്നെ ഒരു വിൻഡോയാണ്. 25-നും ഒരു 5 ഉണ്ട്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേസ് അപ്പോൺ ഗ്രേസ്, ഈ വർഷം നമ്മൾ അനുഭവിക്കുന്നത് ഗ്രേസ് അപ്പോൺ ഗ്രേസ് എന്നുള്ള വിഷയമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, എബ്രായ ഭാഷയിലെ ആദ്യത്തെ ഗ്രേസ് കിട്ടിയത് ആർക്കായിരുന്നു? ആർക്കാ ആദ്യം കൃപ ലഭിച്ചത്? ആർക്കായിരുന്നു? ചിന്തിക്കുക. അത് കൃപ ലഭിച്ച ഒരൊറ്റ വ്യക്തിയായിരുന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. സകലതും നാശം, ഖേയാസിന്റെ മധ്യത്തിൽ, നാശങ്ങളുടെ മധ്യത്തിൽ കൃപ ലഭിച്ചവനെ ഉയർത്തി ദൈവം. ആമേൻ. നാശത്തിന്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമാണ് മുഴുവനും, ലോകം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഗ്രേസ് കിട്ടിയവനെ ഉയർത്തി. ഹല്ലേലൂയ. ഈ 2025 നമ്മുടെ ഈ റോമൻ കലണ്ടർ അനുസരിച്ചിട്ടും 25 എന്ന് പറയുന്ന 5-ല് നമുക്കൊരു ഗ്രേസ് ഉണ്ട്. അതിനകത്ത് 2 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. ഈ സംഖ്യകളുടെ പ്രത്യേകത കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഭൂമിയിൽ 2 പേര് ഐക്യമത്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. അപ്പം നിങ്ങൾ ദൈവവുമായിട്ട് ആ സംഖ്യയുമായിട്ട് ഒന്നിച്ച് നടക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി കൃപയുടെ വാതിൽ തുറക്കുന്ന സമയമാണ് 2025. സ്തോത്രം. അത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ആ വാതിലിന്റെ പേരാണ് ആഖോർ താഴ്വരയിലാണ് തുറക്കുന്നത്. എവിടെയാണ്? ആഖോർ താഴ്വര. ചണ്ടിക്കൂമ്പാരങ്ങളിൽ, അല്ലെന്നുണ്ടെങ്കിൽ നാശത്തിന്റെ നടുവിൽ, അല്ലെങ്കിൽ ഖേയാസിന്റെ നടുവിൽ. നിന്റെ ജീവിതം അനേകം ആളുകളായി നടന്ന് 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 ഒരിക്കലും ചെന്നെത്താൻ പറ്റാത്ത നാശത്തിന്റെ വാതിക്കൽ കർത്താവ് പറയാണ്, ഐ ആം ഗോയിങ് ടു ഓപ്പൺ എ ഡോർ. അത് ഡോർ ഓഫ് ഹോപ്പ്. കൃപയുടെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ആമേൻ. ഈ വചനം ഞാൻ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറച്ചേറെ കാലമായി ഇതിനെക്കുറിച്ച് എല്ലാ വർഷവും പുതിയ വർഷത്തിലെ ന്യൂ ഇയർ മെസ്സേജ് പറയാറുണ്ട്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം
എൻ്റെ മകൻ്റെ ചർച്ചിൽ ഞാനൊന്ന് പോകാനിടയായി തീർന്നു. അപ്പോൾ അവൻ അവിടെ പ്രസംഗിച്ചത്, എൻ്റെ മകൻ പാസ്റ്ററാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം ഈ ക്രിസ്മസിൻ്റെ ക്യാൻഡിൽ ലൈറ്റ് സർവീസിന് മാത്രം 4800 ആൾക്കാരാണ് വന്നത്. 5 സർവീസ്, 4 സർവീസ് ഈ നൈറ്റ് സർവീസിന്. അപ്പം അവിടുത്തെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുക്കി തൂക്കിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പം അന്നേരം എൻ്റെ മോൻ പ്രസംഗിച്ച ആ ഭാഗം കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവാണ്. സെഫന്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം. നിങ്ങൾ സെഫന്യാവിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. 1-2 അധ്യായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കേയാസാണ്, മുഴുവൻ പ്രതികൂലങ്ങളാണ്, പ്രശ്നങ്ങളാണ്. അതിൻ്റെ നടുവിൽ 3-ാം അധ്യായത്തിലേക്ക് വരുന്നതോടെ നമ്മൾ ചില പ്രത്യാശയുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് പോവുകയാണ്. വായിച്ചാൽ കർത്താവിന്റെ ദാസനെ സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചാണ്. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കാം. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. മതി, അവിടെ നിർത്തിക്കാട്ടെ. ഇനി പിന്നെ ഇനി നിങ്ങളൊന്ന് ചെയ്യിച്ചേ സന്തോഷിക്കുക, സന്തോഷിക്കുക, ആർപ്പിടുക പൂർണ്ണ ഹൃദയത്തോടെ. ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ, ഭൂമിയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ് എന്തായിരിക്കും? കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കിരുന്ന് കരഞ്ഞു 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 എന്നുള്ളതാണ്. അത് നിങ്ങളോട് ആരെല്ലാം കരഞ്ഞോ കരഞ്ഞോ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒന്ന് മരിച്ചാൽ എല്ലാവരും പറയും, ഉപദേശിമാരെല്ലാം പറയും, ആരും കരയരുത് 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 കരയരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും മരിക്കുന്ന. അന്നേരം പറയും ആരും കരയരുത്, വിഷാദിക്കണ്ട, ദുഃഖിക്കണ്ട, ഇപ്പൊ സന്തോഷിക്കാനുള്ള സമയമാണ്. പക്ഷേ ഞാൻ പെന്തിക്കോസ്തിൽ വന്ന കാലം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രാവശ്യം എൻ്റെ ഷേർലിയുടെ മാവൻ മരിച്ചു. അപ്പം ഈ മോള് ഇളയ മോളാണ്. അവള് കണ്ണുനീരോടെ കരഞ്ഞു ഊളിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അവരുടെ പാസ്റ്റർ അങ്ങോട്ട് എന്നിട്ട് പറയുന്നു, എന്തിനാ കരയുന്നത്, സ്റ്റോപ്പിങ് എന്ന് പറഞ്ഞിട്ട് അവളെ ശാസിക്കുന്ന കണ്ടു. ഞാൻ പറയടാ, ഒരു മനുഷ്യൻ സ്വന്തം അപ്പൻ മരിച്ചോണ്ട കരയുന്നതിനെ നിർത്താൻ പറയുന്നത് ശരിയാണോ? അവള് കരഞ്ഞ് സങ്കടം മാറിട്ട്. അതേസമയം ലോകത്തിലെ മനുഷ്യൻ ചത്താൽ ആരും കരയണ്ടെന്ന് പറയും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങളോട് കുത്തിയിരുന്ന് കരഞ്ഞോ 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 എന്ന് പറയും. കർത്താവ് പറയുന്നത് നിങ്ങൾ സന്തോഷിപ്പീൻ എന്നാണ് പറഞ്ഞത്. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. എന്തിനാ? യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി പിന്നെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. നീ എന്താ ചെയ്യണം? ഇസ്രായേൽ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ എന്ത് ചെയ്യണം? അനർത്ഥം കാണുകയില്ല. അനർത്ഥം നീ കാണുകയില്ല. പിന്നെ അന്നാളിൽ അവൻ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. അധൈര്യപ്പെടരുത്, ഭയപ്പെടരുത്. ഇതല്ലേ കർത്താവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ? അധൈര്യപ്പെടരുത്, ഭയപ്പെടരുത്, ഘോഷിച്ചാനന്ദിക്കുക. അടുത്തത്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയായിരിക്കുന്നു. അതുകൊണ്ട് 2025 സന്തോഷിക്കാനുള്ള ദിനങ്ങളാണ് ദൈവമക്കളെ. അടുത്തത്, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. നീ സന്തോഷിക്കാൻ തുടങ്ങിയാൽ എന്റെ കർത്താവ് നിന്നിൽ സന്തോഷിക്കും. പിന്നെ അടുത്തത്, എന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. സന്തോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ അടുത്ത ഭാഗം കേട്ടുവേണം. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ, ഈ വർഷം കഴിഞ്ഞുപോയ, കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ അനുഭവത്തെ കുറിച്ചാണ്. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായ സംഘത്തെ വിട്ട് ഞാൻ എന്ത് ചെയ്യും? ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും.
അത് ആമേൻ. അനുഭവിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? 2025 സന്തോഷത്തിന്റെ ദിനങ്ങളായി നിന്റെ ദുഃഖിക്കുന്നവരെ ചേർത്തുകൊണ്ട് സന്തോഷത്തിലേക്കും ഉല്ലാസത്തിലേക്കും കർത്താവ് കടന്നു വരാൻ കർത്താവ് നിന്നോട് പറയുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം സന്തോഷിപ്പാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ 2025 നിനക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിന്റെ കിളിവാതിലിനെ തുറന്നു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് നിനക്ക് ഈ ദുഃഖത്തിന്റെ കാലെന്നുണ്ടെങ്കിൽ the trouble of the valley of the trouble is opening the hope of door for you. നിനക്ക് വേണ്ടി പ്രത്യാശയുടെ വാതിൽ തുറക്കുന്ന വർഷമാണ് 2025. ആമേൻ. ആ പ്രത്യാശയുടെ വാതിൽ അത് നീ വിശ്വസിക്കുമ്പോൾ മാത്രമേ നിനക്ക് ലഭിക്കത്തുള്ളൂ. നീ ദുഃഖിച്ചും കരഞ്ഞും ഈ ഇസ്രായേൽ മക്കളുടെ പരാജയം മുഴുവനും എന്തായിരുന്നു അറിയാമോ? എന്തോ കിട്ടിയാലും പരാതിയായിരുന്നു. അത് കാരണം എന്തായിരുന്നു? അവർ മരുഭൂമിയിൽ 40 വർഷം ഉഴന്നു നടന്ന് അവിടെ ഒടുങ്ങുവാൻ ഇടയായി തീർന്നു. അതിനെല്ലാം കാരണം അവരുടെ പിറുപിറുപ്പും അവരുടെ ദൈവസ്നേഹമില്ലായ്മയും കർത്താവ് പിടിച്ചുകൊണ്ടുവന്നതിനെ അല്ലെ അവരെ വിളിച്ചുകൊണ്ടുവന്നതിനെ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ അനുഭവിക്കാൻ അവർക്ക് പറ്റാതെ പോയത് അവരുടെ സ്വഭാവമായിരുന്നു. കർത്താവിൽ അവർക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല. എന്തോ ജീവിതത്തിൽ വന്നാലും എല്ലാത്തിനും കുറ്റക്കാരനാരാണ്. കാരണം എനിക്കറിയത്തില്ല കർത്താവിന്റെ ദാസനെ എങ്ങനെയൊക്കെയാണ് മനുഷ്യർ പറയുന്നതെന്ന്. എല്ലാ കുറ്റവും ആർക്കാണെന്ന് അറിയാമോ? കർത്താവിന്. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരും അവരോട് ഞാൻ അക്കാലത്ത് ഇടപെടും. കർത്താവ് പറയണത് നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും അക്കാലത്ത് ഞാൻ ഇടപെടും. ഇടപെടണമെന്ന് ആഗ്രഹമുണ്ടോ? കർത്താവ് പറയുകയാണ് ഞാൻ ഇടപെടും, നീ സന്തോഷിക്കേണ്ട മുന്നിൽ. അടുത്ത വാക്യം, മുടന്തി നടക്കുന്നതിന് ഞാൻ രക്ഷിക്കുകയും ചെറിപ്പോതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുടന്തി നടക്കുന്നതിനെയൊക്കെ ശേഖരിക്കും, രക്ഷിക്കും, ചിതറിപ്പോതിനെ ശേഖരിക്കും, സർവഭൂമിക്കും നേരിട്ടവരെ പ്രശംസയ്ക്കും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ഈ 2025 നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാലമാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രമേ അടയാളങ്ങൾ നടക്കത്തുള്ളൂ. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തിന്റെ മഹത്വം കാണത്തുള്ളൂ. എന്നെ കേൾക്കുന്ന എത്ര പേര് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമഹത്വം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്? പ്രിയമുള്ള ദൈവമക്കളെ, ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണോ? 2025 നിനക്ക് വേണ്ടി പ്രത്യാശയുടെ വാതിൽ തുറക്കുന്ന വർഷമാണ്. അത് ബഹുദൂരത്തിലല്ല, നിനക്ക് സമീപത്തായിരിക്കുന്നു. ഇനിയും അധികം ദിവസമില്ല. കർത്താവ് പറഞ്ഞത് കേട്ടില്ലയോ? നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ അക്കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും ഈ സർവഭൂമിയിലും ലജ്ജ നേരിട്ടതിനെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. അടുത്ത വാക്യം, കർത്താവിന്റെ ആശ്രയം. അക്കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും അക്കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ വരുത്തുകയും അക്കാലത്ത് നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. എപ്പോഴാണ്? വിശ്വസിച്ചാൽ മതി. ആമേൻ. നിങ്ങൾ കാണുക. അടുത്തത്, നിങ്ങൾ കാണുക. ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ നിങ്ങളുടെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇതിപ്പോ നിങ്ങൾ ഇസ്രായേലിലോട്ട് നോക്കിയ ഇത് പ്രശംസാ വിഷയമാണോ? ഏത് ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്രായേലിന് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. ഏതെങ്കിലും 1948 മുതൽ അവർക്ക് ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിച്ച് കിട്ടിയ കാലം മുതൽ അവരെ നശിപ്പിക്കുവാൻ നോക്കുന്ന ആരെങ്കിലും ജയിച്ചു കയറിയിട്ടുണ്ടോ? ഒരു വ്യക്തിയെങ്കിലും? ചുറ്റോട് ചുറ്റും ശത്രുക്കളെ നിന്നിട്ട് അവരെ നശിപ്പിക്കാൻ നോക്കുകയാണ്. തോറ്റിട്ടുണ്ടോ? അവരെ തോൽക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ആ ദൈവമാണ് നിന്റെ ദൈവം.
നിന്നെ പ്രശംസാ വിഷയമാക്കുമെന്ന് അരുളി ചെയ്തവൻ നിന്നെ പ്രശംസാ വിഷയമാക്കുക തന്നെ ചെയ്യും. സകല ജാതികളുടെ ഇടയിൽ നിന്ന് ഞാൻ കീർത്തിയും പ്രശംസയ്ക്കും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കാൻ എങ്ങനെ പറ്റുന്നത്? ഹല്ലേലൂയ. നിന്റെ അവിശ്വാസ നിമിത്തം ഈ 2025 നിനക്ക് വേണ്ടി വിൻഡോ തുറക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. ആഖോർ താഴ്വരയിൽ, ആഖോർ ദ വാലി ഓഫ് ട്രബിൾ, അത് തന്നെയാണ് സെഫന്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായിത്തീരും. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ഹല്ലേലൂയ. ഞാൻ അല്പകാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഒരുപാട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി കാര്യം പറഞ്ഞാൽ വിശ്വസിക്കത്തുമില്ല, നിങ്ങൾ ഇതിന്റെ പുറകെ പോകത്തുമില്ല. ചെറിയ മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉൾക്കൊള്ളാനേ മനുഷ്യൻ ആരോഗ്യമുള്ളൂ. കൂടുതൽ പറഞ്ഞാലും പ്രയോജനമൊന്നുമില്ല. കാരണം വിശ്വസിക്കാൻ ആരോഗ്യം വേണം. എന്തോ വേണം? വിശ്വസിക്കാൻ ആരോഗ്യം വേണം. അതില്ല. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാൻ നടത്തിയ ഒരു മീറ്റിങ്ങില് ഇന്ന് നിങ്ങളോടിപ്പോൾ പറയുന്ന കാര്യം തന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മകന് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, മകൻ എത്ര വയസ്സുണ്ട്? 31 വയസ്സ്. സ്നാനപ്പെടാൻ തീരുമാനിച്ചു. തീരുമാനമെടുത്തപ്പോൾ മുതലേ പുള്ളിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. പുള്ളിയുടെ ഫോൺ കളഞ്ഞു പോയി, പിന്നെ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു, പല പ്രശ്നങ്ങളോട് പുള്ളി പറഞ്ഞു. ഞാൻ ചോദിച്ചു, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ല, പല പ്രശ്നങ്ങളാണ് പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? സ്നാനപ്പെടാൻ തീരുമാനമെടുത്തത് കൊണ്ടാണ്. അപ്പൊ ഇനി നിങ്ങൾ എന്നോട് പറഞ്ഞേ, ഈ മുടിയനായ പുത്രൻ അവനൊരു തീരുമാനമെടുത്തു. അവനെ മുടിയനായ പുത്രൻ എന്നല്ലേ വിളിക്കുന്നത്? ആണോ? അന്നല്ല. അവൻ തീരുമാനമെടുത്തു. അവൻ അപ്പന്റെ അടുക്കൽ പോകണം. അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് പോകാൻ തീരുമാനമെടുത്തപ്പോ പിന്നെ അവന് പ്രശ്നം വല്ലതും ഉണ്ടായോ? അവനൊരു പ്രശ്നം ഉണ്ടായിക്കാൻ കാണുന്നില്ല. അവൻ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ അപ്പൻ ഓടിച്ചത് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതിന് ശേഷം അവന് വേണ്ടതായിട്ടുള്ള, അവന് വസ്ത്രം കൊടുക്കുന്നു, അവന് കാലിന് ചെരുപ്പെടുന്നു, അവനെ കുളിപ്പിക്കുന്നു, കാടിയും മുടിയെല്ലാം ക്ഷൗരം ചെയ്യിപ്പിക്കുന്നു, അവനെ വൃത്തിയുള്ളവനാക്കുന്നു, അവന് കാലിന് ചെരുപ്പിടുന്നു, കൈക്ക് മോതിരമിടുന്നു, അവനെ തടിപ്പിച്ച ആളെ കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് ഭയങ്കര വിരുന്നൊരുക്കുന്നു. അവിടെ പ്രശ്നമൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഈ പെന്തക്കോസുകാർക്ക് മാത്രം ഈ പ്രശ്നം എന്താണെന്ന് എനിക്കറിയുന്നില്ല. ഉപദേശിമാരെല്ലാം സ്നാനപ്പെടാൻ പോകുന്നു. വലിയ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. ഞാൻ ഒരു ദിവസം സ്നാനപ്പെടാനായിട്ട് ഒരു പയ്യൻ വന്നിട്ട് ഒരു ഉപദേശം പറഞ്ഞു, അല്പനേരം ഒന്ന് പ്രസംഗിക്കാനാണ്. ദൈവിക പെന്തക്കോസിൽ ചേർന്നത് പട്ടുപത്തയാണെന്നൊന്നും കരുതണ്ട. ദേ കിടക്കുന്നു. എടാ, കഷ്ടത്തിലൂടെ ശരസയ്യ കിടന്നവനാ ഇവിടെ നിന്ന് നേരെ നടക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ വന്നോണ്ട് അതിനെക്കാട്ടി വലിയ ശരസയ്യ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആവശ്യം എന്തോ ഉള്ളത്? എന്നാ പിന്നെ നീയൊക്കെ എന്തിനാ വിളിച്ചോണ്ട് വരുന്നത് പെന്തക്കോസുകാരെ? ഈ മനുഷ്യനെ പറഞ്ഞ് അവന്റെ ജീവിതത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കും. പണ്ട് ഞാൻ ദൈവഭാഗത്ത് വന്ന സമയത്ത് ഞങ്ങളുടെ അയൽവക്കത്ത് അപ്പാർട്ട്മെന്റിൽ വേറൊരാൾ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം അച്ഛനോട് ഞാൻ പറയട്ടെ. ഞാൻ പറയാൻ പറഞ്ഞു, ഈ പെന്തക്കോസിലെ സ്വഭാവം അച്ഛൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എന്താണ് പെന്തക്കോസിന്റെ സ്വഭാവം? അച്ഛന് ഒരു പ്രശ്നവും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കി തരും. ഉണ്ടാക്കി തന്നിട്ട് വേണേൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അതേ കിടക്കും. ദൈവമക്കളെ, ദൈവവചനം അല്പത അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ഈ ദൈവമക്കൾ പെന്തക്കോസുകാരെന്ന് പറയുന്നവര്. ഞാൻ അതിനകത്തിലായതുകൊണ്ട് പറയാണ്, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നു. ഇല്ലാത്ത കള്ളക്കഥകളെല്ലാം പറഞ്ഞ് മനുഷ്യനെ മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഭൂമി നിങ്ങൾക്ക് കഷ്ടമുണ്ട്. പിന്നെ കഷ്ടപ്പെടാനാണ്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന? അവിടെ കിടന്നും കഷ്ടപ്പെട്ടാ പോരായിരുന്നു? അവിടെ കഷ്ടമില്ലയോ? ഭൂമിയിൽ ഒരു കഷ്ടവും ഇല്ലാതെ മനുഷ്യൻ ജീവിച്ചോണ്ടിരിക്കുന്നത് ആണോ? ആണോ?
എല്ലാ കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു മുക്തി നേടാൻ വേണ്ടിയാണ് ഓടി പിടിച്ച് എങ്ങോട്ട് വരുന്നത്? കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ഇവിടെ വന്ന് കയറി കഴിഞ്ഞ ഉടനെ പറയാണ് കഷ്ടമാണ് 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 എന്ന് പറഞ്ഞു. ഇല്ലാത്ത കഷ്ടങ്ങളെ പിടിച്ച് അവരുടെ നിലയെ വെക്കും. എന്നിട്ട് അവർ പാവങ്ങൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി കിടന്ന് കരഞ്ഞു കുളിക്കുക. മാറ്റിക്കള. ആവശ്യമില്ലാത്തത് നിന്റെ വായി തന്നെ നിനക്ക് ദോഷമായി തീരരുത്, പാപകരണമായി തീരരുത്. മക്കളെ, നമ്മള് നാശത്തിൽ നിന്ന് നാശം വിളിച്ചു വരുത്തരുത്. നീ പറയുന്നത് തന്നെ നിനക്ക് സംഭവിക്കും. നീ ഓർത്തു കൊള്ളണം. നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നത് നിനക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ നാവിൽ നിന്ന് നല്ലത് പറയുവാൻ പഠിക്കണം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതത്തിൽ എത്ര മനോഹരം. നന്മ പറയാൻ പഠിക്കുക. കുഞ്ഞാ, നീ സ്നാനപ്പെടാൻ തീരുമാനം എടുത്തോ? ഏറ്റവും നല്ലൊരു കാര്യമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് നന്മ വരും. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും. നിനക്ക് നന്മ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്ത് അവനെ ബലപ്പെടുത്താനുള്ളതിന് പകരം സ്നാനപ്പെടാൻ തീരുമാനം എടുത്തു. എന്നാൽ പിന്നെ പ്രതികൂലങ്ങളായിരിക്കും നിനക്ക് വരാൻ പോകുന്നത്. ദേ കിടക്കുന്നു. അത് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞാലും ആരെ കുറ്റം പറയുന്നത്? പിന്നെ ആരെ കുറ്റം പറയുന്നത്? മക്കളെ, അങ്ങനല്ല. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ പ്രത്യാശയുടെ വാതിൽ തുറക്കുന്ന കർത്താവ്. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ചണ്ടിക്കൂപ്പാരങ്ങളിൽ നിനക്ക് വേണ്ടി പ്രത്യാശയുടെ വാതിൽ തുറക്കുന്ന കർത്താവ് നിനക്ക് നന്മ തരാനാണ് വന്നിരിക്കുന്നത്. യെശയ്യാപ്രവചനം 57-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ് കർത്താവിന്റെ ദാസനെ. യെശയ്യാപ്രവചനം 57-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. നികത്തുവീൻ നികത്തുവീൻ വഴിയൊരുക്കുവീൻ, നികത്തുവീൻ വഴിയൊരുക്കുവീൻ, ജനത്തിന്റെ വഴിയിൽ ഇടർച്ച നീക്കിക്കളവീൻ എന്ന്, എന്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളവീൻ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ഇടർച്ചകളും ഈ ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞ് നിന്റെ ജീവിതത്തിലെ നാശം വിളിച്ചു വരുത്താതെ അതിലൊന്ന് നികത്തിക്കള. നേരെയാക്കുക. നേരെ യാത്ര ചെയ്യാൻ പഠിക്കുക. നികത്തുവീൻ വഴി ഒരുക്കുവീൻ. ദൈവത്തിന്റെ എന്റെ ജനത്തിന് വഴിയിൽ നിന്ന് ഇടർച്ചകളെ നീക്കിക്കളയുവിൻ. അവരുടെ ഇടർച്ചകളെല്ലാം നീങ്ങി പോകട്ടെ. വഴിയെല്ലാം നിരപ്പാകട്ടെ. ഈ പുതിയ വർഷത്തിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി രക്ഷയെ ഒരുക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അതാണ് മുമ്പേ വായിച്ചത് മുഴുവനും. ഒരുക്കുന്ന ദൈവം. അതുപോലെ തന്നെ കർത്താവ് ഈ പുതിയ വർഷത്തിൽ മരുഭൂമിയിൽ വഴി ഒരുക്കി തരുന്ന ദൈവം. എവിടെയാണ്? മരുഭൂമിയിൽ. മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത് വഴി ഒരുക്കുക എന്ന് പറയുന്നത് നിസാര കാര്യമല്ല. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടിയാണ് നടത്തിയത്. ആ ദൈവമാണ് നിന്റെ ദൈവം. ചെങ്കടലിൽ വഴി ഒരുക്കിയ ദൈവം. എന്താണ് ഈ ചെങ്കടൽ? നിന്നെ നശിപ്പിക്കാൻ നോക്കി നിൽക്കുന്ന ചെങ്കടൽ. ശത്രു നിന്റെ പിന്നിൽ. അവിടെ നിനക്ക് വേണ്ടി ചെങ്കടലിൽ പാത ഒരുക്കിയ ദൈവമാണ് നിന്റെ ദൈവം. അതുകൊണ്ട് ഈ 2025 നിനക്ക് വേണ്ടി പുതിയ വഴി തുറക്കുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ നടക്കും, വിശ്വസിച്ചില്ല നടക്കത്തില്ല. ഞാൻ വിശ്വസിക്കാതെ ഞാൻ മനസ്സിലാക്കാതെയുമല്ല ഈ കാര്യം പറയുന്നത്. ദൈവമക്കളെ, അത് നീ വിശ്വസിക്കാനായിട്ട് പഠിക്കണം. അതെന്ത് ചെയ്യാൻ പഠിക്കണം? വിശ്വസിക്കാൻ പഠിക്കണം. ജോർദാൻ കര കവിഞ്ഞൊഴുകയാണ്, കലങ്ങി മറിഞ്ഞൊഴുകയാണ്. അതിനെ പിടിച്ചു നിർത്തി നിന്നെ അക്കരെ കടത്തുന്ന ദൈവമാണ് കർത്താവ്. നിന്റെ മുന്നിൽ ജോർദാൻ പോലെയുള്ള പ്രശ്നങ്ങൾ, കരകവിഞ്ഞൊഴുകുന്ന പ്രശ്നങ്ങൾ, ആർക്കും നിർത്തുവാൻ കഴിയാത്ത പ്രശ്നത്തെ പിടിച്ചു നിർത്തി നിന്നെ അക്കരെ വിടുന്ന ദൈവം. ആ ദൈവത്തിന്റെ മുന്നിലാണ് നീ ആയിരിക്കുന്നത്. 2025 ഉന്നതമായ വാതിൽ തുറന്ന് നിന്നെ കടക്കാൻ വയ്യാത്തിടത്ത് നിന്നെ കടത്തി നിന്നെ നന്മയുടെ വാതിലിലേക്ക് കടത്തുന്ന കർത്താവാണെന്ന് അറിഞ്ഞുകൊള്ളുക. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോകേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഭാഷയാണ്. ശത്രുക്കൾ കാണുക വിരുന്ന് ഒരുക്കി തരുന്ന ദൈവം.
ശത്രുക്കൾ കാണുക വിരുന്ന് ഒരുക്കുന്ന ദൈവം. നീ വിശ്വസിക്കുന്നുണ്ട്? എന്നിട്ട് കാണാതെ അറിയാവുന്ന വാക്യമാണ്. കാണാതെ അറിഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പഠിക്കണം. ആമേൻ. അതാണ് ശത്രുക്കൾ കാണുക എനിക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ദൈവമാണ്. ആമേൻ. ഈ പുതിയ വർഷത്തിൽ ശത്രുക്കൾ കാണുക എനിക്ക് വേണ്ടി വിരുന്നൊരുക്കി തരാൻ പോകുന്ന കർത്താവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 62:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ് കർത്താവിന്റെ ആസനം. കടപ്പീൻ, വാതിലുകൾ കൂടി കടപ്പീൻ, കടപ്പീൻ, വാതിലുകളിലൂടെ കടപ്പീൻ, ജനത്തിന് വഴിയൊരുക്കുവീൻ, ജനത്തിന് വഴിയൊരുക്കുവീൻ, നികത്തുവീൻ, നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, കല്ല് പറക്കി കളവീൻ, കല്ല് പറക്കി കളവീൻ, ജാതികൾക്കായിട്ടൊരു കൊടി ഉയർത്തുവീൻ. ജാതികൾക്കായി ഒരു കൊടി ഉയർത്തുവീൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു. ആമേൻ. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ടെന്ന് സിയോൻ പുത്രിയോട് പറവീൻ. നിനക്ക് കൂലി തരുവാൻ, നിനക്ക് രക്ഷ തരുവാൻ, നിനക്ക് പ്രതിഫലം തരുവാൻ കർത്താവ് ഈ പുതിയ വർഷത്തിൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ വരുന്നു. ആമേൻ. 2025 എന്ന് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടി രക്ഷ, കൂലി, പ്രതിഫലം. ആമേൻ. അനേക നാളുകളായി കഷ്ടപ്പെടുന്നുണ്ട്, പ്രയോജനമില്ലാതെ. അനേക നാളുകളായി രക്ഷയ്ക്ക് വേണ്ടി ആരെന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്നതിന്, അനേക നാളുകളായി എനിക്ക് പ്രതിഫലം എവിടെ നിന്ന് കിട്ടുമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കർത്താവ് പ്രതിഫലം തരാൻ വരുന്നു. ആമേൻ. അടുത്ത വാക്യം, അവരെ വിശുദ്ധ ജനമെന്നും വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. യഹോവയുടെ വിമുക്തന്മാരെന്നും നിനക്കോ അന്വേഷിക്കപ്പെട്ടവളെന്നും അന്വേഷിക്കപ്പെട്ടവളെന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേർ ആകും. ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും. അനേക നാളുകളായി അനേകർ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ശത്രുവിന്റെ മുൻപ് നിന്നെ ഹല്ലേലൂയ അന്വേഷിക്കപ്പെട്ടവളെന്നും ഉപേക്ഷിക്കപ്പെടാത്തവളെന്നും നിനക്ക് പേരാകും. ദൈവമായ ദൈവജനമേ, ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ പുതിയ വർഷം 2025 ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവ് നിനക്ക് വേണ്ടി കിളിവാതിലിനെ തുറക്കുന്നു. വാതിലാണ്. രക്ഷയെ ഒരുക്കുന്ന ദൈവം. കൂലി അവന്റെ പക്കലുണ്ട്, പ്രതിഫലം അവന്റെ പക്കലുണ്ട്. സർവ്വജനവും കാൺകെ നിനക്ക് പ്രതിഫലം തരാൻ പോവുകയാണ്. ഈ പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി നിന്നെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രവേശിക്കുമ്പോൾ കർത്താവേ, എനിക്ക് വേണ്ടി ആഖോർ താഴ്വരയിൽ പ്രത്യാശയുടെ വാതിൽ നീ തുറന്നിരിക്കുന്നു കൊണ്ട് നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് കർത്താവിനെ ഹല്ലേലൂയ ഈ പുതിയ വർഷത്തെ വരവേക്കാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്.